തൊഴിൽ വിസ ട്രാൻസ്ഫറുകളിൽ ദീർഘകാലമായി നിലനിന്നിരുന്ന ഫീസ് ഇളവുകൾ കുവൈത്ത് റദ്ദാക്കി. തൊഴിൽ വിപണി മേൽനോട്ടം കർശനമാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് ഗൾഫ് ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി നൽകുന്ന തൊഴിൽ വിസ ട്രാൻസ്ഫറുകളുടെ ഓരോ പെർമിറ്റിനും പുതിയതും സ്റ്റാൻഡേർഡ് ചെയ്തതുമായ 150 കുവൈത്ത് ദിനാർ ചാർജും കുവൈത്ത് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ച മന്ത്രിതല പ്രമേയപ്രകാരം ചില മേഖലകൾക്ക് മാൻ പവർ ആവശ്യകതകളെ അടിസ്ഥാനമാക്കി അധിക പെർമിറ്റ് ഫീസ് ഒഴിവാക്കാൻ അനുവദിച്ചിരുന്ന കഴിഞ്ഞ 2 വർഷത്തെ ചട്ടങ്ങളിലെ ആർട്ടിക്കിൾ 2 സർക്കാർ റദ്ദാക്കി. മന്ത്രിതല പ്രമേയപ്രകാരം പുറപ്പെടുവിച്ച മാറ്റങ്ങൾ വർക്ക് പെർമിറ്റ് മാനേജ്മെന്റിനോടുള്ള രാജ്യത്തിന്റെ സമീപനത്തിലെ ഒരു പ്രധാന മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, ആരോഗ്യ മന്ത്രാലയം ലൈസൻസ് ചെയ്ത ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്വകാര്യ സർവകലാശാലകൾ, സ്കൂളുകൾ, നിക്ഷേപ പ്രൊമോഷൻ അതോറിറ്റിയുടെ അംഗീകാരമുള്ള വിദേശ നിക്ഷേപകർ, സ്പോർട്സ് ക്ലബ്ബുകളും ഫെഡറേഷനുകളും, പൊതു ആനുകൂല്യ അസോസിയേഷനുകൾ, തൊഴിലാളി യൂണിയനുകൾ, ചാരിറ്റികൾ, എൻഡോവ്മെന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾക്കും സംഘടനകൾക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. ലൈസൻസ് ഉള്ള കാർഷിക പ്രവർത്തനങ്ങൾ, വ്യാവസായിക സൗകര്യങ്ങൾ, വാണിജ്യ നിക്ഷേപ സ്വത്തുക്കൾ, ചെറുകിട വ്യവസായങ്ങൾ എന്നിവയും ഇവയിൽ ഉൾപ്പെടുന്നു. മുൻ ഇളവ് റദ്ദാക്കിയതോടെ ഈ വിഭാഗങ്ങളിലെ എല്ലാ വർക്ക് പെർമിറ്റുകൾക്കും ഇപ്പോൾ 150 കുവൈത്ത് ദിനാർ അധിക ഫീസ് ഈടാക്കും. ഇത് അനുവദിച്ച ഓരോ പെർമിറ്റിനും വ്യക്തിഗതമായി കണക്കാക്കും. ഈ നീക്കം നിർദ്ദിഷ്ട മേഖലകൾക്കുള്ള മുൻഗണനാ പരിഗണന ഇല്ലാതാക്കുന്നു. കൂടാതെ വിദേശ തൊഴിലാളികൾക്കുള്ള ഫീസും പ്രക്രിയകളും സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിത്. 2024 തീരുമാനത്തെക്കുറിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഡയറക്ടർ ബോർഡ് 1 വർഷത്തെ ആഘാത പഠനം നടത്തണമെന്ന ആവശ്യകതയും പ്രമേയം ഇല്ലാതാക്കുന്നു. ഇത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുമ്പ് ഔപചാരിക അവലോകനമോ ശുപാർശകളോ ഉണ്ടാകില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.